ഗ്രാമത്തിന്റെ മാനമത്രേ. ഇന്നലെ വരെ വേറെ ചിലരുടെ മാനമായിരുന്നു. എന്നെ ജീവനോട് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. വേണമെങ്കിലൊക്കെ കൊണ്ടുപോകും. മോളെടുത്തേ, ഞാൻ പോണു. പക്ഷെ ഒന്ന് ഓർത്തു, ഈ നരത്തിന്റെ വായ അടപ്പിക്കാനും ഇവിടെ തൂക്കി കാലിലിട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല. നിനക്കും ബോധ്യമുണ്ടല്ലോ. എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. തനിയെ തോന്നിട്ട് അവള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു. കക്ഷി എങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് വാള് വേട്ടത്തിക്ക് അറിയാമല്ലോ. നാരായണ, നീ നിൽക്ക്. വേണ്ട മോളെടുത്തി, നിന്നാൽ എന്റെ സ്വഭാവം മാറും. പിന്നെ അങ്ങേര് പറഞ്ഞു വിട്ടൊന്നും എന്റെ ഓർമ്മ വരില്ല. ഇവിടെ നാവേന്ന് വീഴുന്ന അത്തരത്തിലുള്ള വർത്താനങ്ങളാ. അല്ല, ഇവളുമാരുടെയൊക്കെ നാവിന്ന് വീണ് കേൾക്കാൻ നടക്കണ നിങ്ങളുടെ ഒരു കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ എന്റെ നാരായണ. എന്നിട്ട് വാചകോ കേട്ടില്ലേ? അവര് ടൗണിൽ നിന്ന് വന്ന കുട്ടികളാ. കുടിച്ചോണ്ട് എന്തെങ്കിലും പറയുന്നെന്ന് വെച്ചാൽ നീ അതൊന്നും കാര്യാക്കണ്ട. വരിക. ഓഹോ, അപ്പോഴതാണ്. ഞാൻ ചെന്ന് പറയാം. ടൗണിൽ നിന്ന് വന്നവര് അല്ലേ? പിന്നെ താഴെ മറ്റേ സപ്പോർട്ടും. നാരായണ, നുള്ളിക്കോ. ഓ, എവിടെ നുള്ളണാവോ? നിങ്ങളൊന്ന് ദൈവത്തെ വിചാരിച്ച് ഈ വീട്ടിൽ പോയി തരൂ. ഇല്ലെങ്കിൽ ഇന്ന് രാത്രി അവരുടെ ചോരക്കളാക്കും. ഒന്നാമതേ അവർ ഒരുമ്പിട്ട് നിൽക്കുക. അതിന്റെ ഒപ്പം നിങ്ങളും കൂടെ കൂടിയ നായന്മാർ ഇന്ന് ഇവിടെ ചൂടും. മാളവിടത്ത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ രാത്രി നേരത്തെ എങ്ങനെ എങ്ങോട്ട് പോകും? അതെന്താ ഒരു മര്യാദ ഇല്ലാതെ? സുലൈമാനെ, സുലൈമാനെ, നീ പേടിക്കണ്ട പെണ്ണെ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്രയും പേര് ഇവിടെ തന്നെ നിൽക്കി. കുഞ്ഞാലി കോയം കൂട്ടിക്കൊണ്ട് ആ മല വിളി നടക്കല്ലേ, അവിടെ പോയി നിൽക്കി. സുലൈമാനെ, ഇന്നും കുഴപ്പാ? എന്ത് കുഴപ്പം? നമ്മളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളെ പോയി കിടന്നോ ഇക്കൊള്ളി മേനെ. എരി നാരായണ, ആ ലൈറ്റ് അടിച്ചേക്ക്. മുറിക്കൽ ലൈറ്റ് കണ്ട. വേഗം അടുക്കള അടിച്ച് എല്ലാരും മുകളിലേക്ക് പോന്നു കേട്ടോ. എന്താ വേണ്ടടുത്തി? ഇന്നും ശല്യം ഉണ്ടാവോ? എനിക്ക് എങ്ങനെയാ കുട്ടി പറയാൻ പറ്റുക? ഇന്നിപ്പോ തിരിഞ്ഞിരിക്കുന്ന നായന്മാരത്രേ. അഴിക്ക്. ഇവിടെ ആരും നിൽക്കണ്ട, എല്ലാരും മുകളിൽ പോയിരുന്നോളി. വല്ലതും കേട്ടോ സുലൈമാനെ? അവരാളെ കൂട്ടുന്നുണ്ട്. ഇവരെ അവർക്ക് നോട്ടുണ്ടെന്നാ കേട്ടത്. എന്ത് ബഹളം കേട്ടാലും നിങ്ങൾ വെളിയിലേക്ക് വരരുത്. നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് കയറിയ മാറണം. നീ ഇന്ന് പഠിക്കും. നിൽക്കടിയോടെ. ഇന്നിനി നീ അവിടുന്ന് അനങ്ങില്ല, ഞാൻ പറയാതെ.
എന്താ മെന്നെ? അവര് വരണുണ്ട്. അമ്മ എവിടെ? അമ്പലത്തിന്റെ അവിടെ. അവര് ആള് കൂട്ടാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. എത്ര ആള് വരും? ഇരുട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാൽ ഒരു 10-20 ആളുണ്ടാവും. അവര് നിന്നെ കണ്ടോ? ഇല്ല, അതിനു മുമ്പ് ഞാൻ ഓടിപ്പോന്നു. അവരിങ്ങോട്ട് തന്നെയാണ്. നാരായണേട്ടനും ഒക്കെ ഉണ്ട്, ഞാൻ കണ്ടു. വരട്ടെ, അതിനല്ലേ നമ്മളിവിടെ ഉറക്കൊളച്ചിരിക്കണേ. ബാസി, നീ പോണ്ട. ഇല്ലമ്മേ. നീ അവിടെ നിൽക്കാൻ. ഇവിടെ വന്നോളൂ. ഇവിടെ എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാല്. ഇല്ലെന്നേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്നേ. ബാസി, അവിടെ നിൽക്കാൻ എന്നോട് ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ ഉദ്ദേശമില്ല. അനക്കില്ല. ഒന്നുകൂടെ വെച്ചു നോക്കി സുലൈമാനിക്ക. വിഷുവിന്റെ പടക്കത്തിന്റെ ഒപ്പം കിടന്നോളും. ഞാൻ പോണില്ലമ്മ. എന്താണെന്ന് നോക്കിട്ട് വരാം. നീ പോകണ്ട. എന്താ പൊട്ടിയതെന്ന് ചോദിച്ചിട്ട് വരാന്നേ. നാടൻ ബോംബിന്റെ ശബ്ദമല്ലേ കേട്ടത്? എന്തോ അവര് ഈ വളപ്പിന്റെ പുറത്തുണ്ട്. സുലൈമാനൊക്കെ പ്രത്യേകം പറഞ്ഞു, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അവിടെ ഇരിക്കാൻ. ജോസഫ് ഒന്ന് പോളിയാ. മറ്റത് മനസ്സിലാകുന്നില്ല. വൈകുന്നേരമായപ്പോ ഇന്നലത്തെ പോലെ ഇന്നും പനി പറ്റുള്ളതാണല്ലോ. രക്ഷയില്ല, ഉറക്കമായി. തനിക്ക് വീട് മാറിയിട്ടില്ലല്ലോ. എനിക്കോ? മാളുവമ്മേ, മാളുവേടത്തി വാ. എല്ലാം ഫിറ്റ് ആയിരിക്കുവേ. നീ പൊയ്ക്കോ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, ഹൈദ്രോസിനെ കുത്തുകൊണ്ടു. ഭാസ്കരേട്ടനെ ആരോ വെട്ടി. ആ വന്നവർക്കും ശരിക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടട്ടെ. നീ ഇവിടെ വന്നിരിക്കാൻ. ഹൈദ്രോസിന് കുത്തുകൊണ്ടാലും
ഭാസ്കരേട്ടന് വെട്ടുകൊണ്ടാലും അനങ്ങാത്ത തള്ളയാ. അവരവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അവരുടെ മോൻ എന്തെങ്കിലും പറ്റണം. എങ്കിലേ അവരവിടെ നിന്ന് എഴുന്നേക്കും. ഞാൻ ആ തള്ള അവിടെ നിന്ന് മാറ്റിത്തരാം. നിനക്ക് ആ പെണ്ണെ കൊണ്ട് രക്ഷപ്പെടാവോ? കരേശ കൊണ്ടുപോയിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. കരേശ പോയോ? എന്തുണ്ടായി? എന്റെ ഇറങ്ങി വന്നത്? നിങ്ങൾ മേലെ പോയി ഇരിക്കും. പക്ഷേ പോയിൻ പോയിൻ. ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങൾ പണം നടക്കാൻ നോക്കാം. കറിയാച്ചനില്ലാതെ വരില്ല. കറിയാച്ചൻ നോക്കിട്ട് ഞാൻ ചെല്ലേ ചെല്ല.